ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. അതേപോലെ എനിക്കും എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം പൊന്നുമക്കളെ. പിന്നെ എൻ്റെ മോക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും ദുആ ചെയ്യേണ്ടത്. എനിക്ക് അറുതിലുള്ള എല്ലാവരും എൻ്റെ മോളെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എൻ്റെ മോക്ക് ഒരുപാട് ദുആ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അള്ളാഹു എൻ്റെ മോക്ക് വരുന്നുമുണ്ട്. പിന്നെ അതാ ഞാൻ മക്കളെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ശനിയാഴ്ച അതിനെക്കൊണ്ട് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തീരുമാനിച്ച്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിലേക്ക് ഇത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ മക്കളെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉള്ളി, പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക. നല്ലോണം ഒന്ന് കടുക് ഈ ക്യാരറ്റൊന്ന് നല്ലോണം വാടി വരണം മക്കളെ. ആ വാടി ഇങ്ങനെ വരുന്ന കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് അതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നേരം ഇളക്കി വെളിച്ചെണ്ണ കിടന്നൊന്ന് വെന്താൽ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ കണക്കായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം റവ നന്നായിട്ട് വറക്കണം കേട്ടോ. നമ്മൾ റവ നന്നായിട്ട് വറുത്തതിന് ശേഷം അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതാ ഗ്രീൻ പീസ് നമ്മൾ പച്ച വാങ്ങിയതാണ്, എന്നിട്ട് അത് പൊളിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ആ ഗ്രീൻ പീസും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മക്കളെ. ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഈ പണി എടുക്കുന്നതും. ഇതിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഫോൺ പിടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ 2 കൈയേ ഉള്ളൂ. അപ്പോൾ ഇതാ കറുപ്പും വെള്ളയും കൂടിയുള്ള എള്ളാണ് മക്കളെ. ഈ എള്ളും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലോണം കഴുകി ചേറി പെറുക്കി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള എള്ളാണിത്. ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴും മക്കൾക്ക് ഇട്ടെടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ അപ്പം ഉണ്ടാക്കുക എന്താ ചെയ്യുകയാണെങ്കിലൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളയും കറുപ്പും കൂടി കുറച്ച് മിക്സ് ചെയ്ത് വെച്ചത്. അതിലേക്ക് ഇതാ കുറച്ച് നല്ല നെയ്യ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ വറവിട്ടതൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല നെയ്യും കൂടി ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണം ഉണ്ടാവും ഉപ്പുമാവിന്. ഇങ്ങനെ ആകുമ്പോൾ ഉപ്പുമാവ് നമുക്ക് പിന്നെ തിന്നണമെന്ന് തോന്നും മക്കളെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് പിന്നെ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്തോളൂ കുട്ടികളെ. ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിനൊരു മടുപ്പോ വെറുപ്പോ ഒന്നും തോന്നൂല. പിന്നെ മടുപ്പോ വെറുപ്പോ ഒന്നും തോന്നില്ല. ഇഷ്ടം പോലെ നമുക്ക് ഉപ്പുമാവ് തിന്നാൻ തോന്നും. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾ നമ്മളിതാ നല്ലപോലെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് ഇളക്കുക. ശരിക്കും നേരെ പിടിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഒരു കൈ കൊണ്ട് അതിനെക്കൊണ്ട് എനിക്ക് പറ്റണില്ല കുട്ടികളെ. അതുകൊണ്ട് സ്റ്റാൻഡ് നോക്കി എടുക്കാൻ അങ്ങോട്ട് പോകും വേണം. അപ്പോൾ അതുകൊണ്ട് ഇതേമാതിരിയൊക്കെ നല്ല ഉണ്ടാക്കി. അധികം വെള്ളം കൂടുതൽ പാടുമില്ല, എന്നാലട്ടം കുറയാനും പറ്റില്ല. അങ്ങനെ തിരിച്ചും മറിച്ചും ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ആദ്യം കറിവേപ്പിൻ്റെ ഇടണ്ട കേട്ടോ മക്കളെ. ഇതൊക്കെ വെന്തൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി ഈ കറിവേപ്പിൻ്റെ കഴിയുന്നത് ഉള്ളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിനുസാക്കിയിട്ട് അങ്ങോട്ട് വെക്കുക നല്ല പോലെ. കാരണം എന്താ പറയുക, ഈ കറിവേപ്പിൻ്റെ മണവും കോണമൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റായിട്ട് ഉപ്പുമാവ് തിന്നാൻ മടുപ്പേ തോന്നില്ല. ഉപ്പുമാവ് തിന്നാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിലേക്ക് പിന്നെയും കുറേ ചോളത്തിൻ്റെ ഒക്കെ ഇടട്ടോ, കമ്പല്ലേ, കമ്പൻ ചോളം അങ്ങനത്തെ സാധനങ്ങളും കുറേ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പരിപ്പ് കടല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പരിപ്പ് കടല ഉണ്ടല്ലോ നമ്മൾ തിന്നുന്ന വറുത്ത കടല, അത് മറ്റേതല്ല കേട്ടോ, നിലക്കടലല്ല പരിപ്പ് കടല, അതും വേണമെങ്കിൽ ഇഷ്ടം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതേമാതിരി ചട്ടം കൊണ്ടൊക്കെ എല്ലാ ഭാഗവും മിനുസാക്കി കൂട്ടി അവിടെ മൂടി വെക്കുക. അപ്പോൾ കരിവേപ്പിൻ്റെ എല്ലാം മണവും കോണമൊക്കെ അതിലേക്ക് പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പിരിമുളകും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും ഒരു കഷ്ണം വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ലേശം വെള്ളം കൂട്ടിയിട്ട്, കൂടുതൽ വെള്ളമൊന്നും വേണ്ട, ചെറുതായിട്ടൊരു നനച്ച് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ച് വെക്കണം മക്കളെ. എന്താണ് അതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തോലിൻ്റെ മുള്ള എരിവും പുളിയൊക്കെ ഒന്ന് തോലല്ല കേട്ടോ, പൊളിച്ചൊക്കെ ചെയ്ത് റെഡിയാക്കിയതാണ്. അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒറ്റിക്കത്, ഇടയ്ക്കിടയ്ക്ക് ഒരു തുള്ളി വെള്ളം ഒറ്റിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ലേശം നേരം ഒന്ന് വെക്കണം അവിടെ. എന്താണെന്ന് ഇതൊക്കെ ഒന്ന് കുഴച്ച് പിടിക്കേണ്ട, നമ്മളെ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുക. നമ്മളെ കൈയൊക്കെ ഒന്ന് നനച്ച് കൊടുത്ത് നല്ലോണം കുഴയ്ക്കുക. അതിൻ്റെ കൂടെ വേറെ പണികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഞാൻ ഓരോ പണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണമെന്ന് ശനിയാഴ്ച അതിനെക്കൊണ്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് കൊണ്ട് ഒഴിച്ച് കൊടുത്ത് ഈ കോഴിമുട്ട ഉണ്ടല്ലോ, ഈ കോഴിമുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതും കൂടെ അങ്ങോട്ടൊന്ന് പൊരിച്ചെടുക്കാനാണ് മക്കളെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ഇത് പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ നേരം മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. റാക്കിൻ്റെ മുകളിൽ 3-4 പാത്രം വാങ്ങി വെച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാത്രങ്ങൾ എടുക്കും. പഴയതെടുത്ത് മേലോട്ട് കയറ്റി വെച്ച് പുതിയതൊന്നും എടുക്കണത്. കാരണം എല്ലാം നമ്മളെടുത്തൊക്കെ തീരണ്ടാക്കളെ, നമ്മളത് കയ്യാനായിരിക്കും നമ്മളെ ആയുസ്. അപ്പോൾ ഉള്ളത് നല്ല വൃത്തിക്ക് നല്ല നല്ല പാത്രത്തിൽ വെച്ചുണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പണ്ടൊക്കെ നമ്മൾ അവിടെ നിന്നോട്ടെ പൊട്ടിപ്പോവും എന്നാണ് പറയൽ. അപ്പോൾ മക്കളെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എനിക്ക് ഈ വെളിച്ചെണ്ണയിൽ പണിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ചുമയാണ് മക്കളെ, വേഗം ചുമ വരും. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ, ഒന്നും പറയണ്ട. അങ്ങനെ മക്കളെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പം മദ്രസിൽ പറഞ്ഞയച്ച് മദ്രസിലെ പോക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം
ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. അതേപോലെ ഒരു 5-6 കോഴിമുട്ട എടുത്ത് അത് നല്ലോണം എന്താക്കി എന്നറിയാം വരിങ്ങി അങ്ങോട്ട് പൊരിച്ച് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി പറഞ്ഞാൽ ചിക്കൻ മസാലൻ്റെ പൊടി, പിരിമുളകും, മഞ്ഞളും, ഉപ്പും, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നല്ലോണം കുഴച്ച് അത് നല്ലോണം അവിടെ പൊരിച്ച് അവിടെ വെച്ചിക്കിന് ഉപ്പുമാവ് ഉണ്ടാക്കിന്. ഉപ്പുമാവ് നിങ്ങൾ നോക്കിക്കൊള്ളിട്ട് അതേമാതിരി ഉണ്ടാക്കിയാൽ മതി. ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മടുപ്പും തോന്നില്ല. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ വേഗം മടുപ്പും. അതൊന്നും ഉണ്ടാവില്ല, അതേമാതിരി ചെയ്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ചീനച്ചട്ടി അടുപ്പത്ത് വെന്ത് പാത്രമാണ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം റവ നല്ലോണം കൊണ്ട് വറക്കണം. റവ നല്ലോണം വറക്കുക. നല്ലോണം നമ്മളിപ്പോൾ എത്ര വേണ്ടിയെന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് അധികം കറുത്തൊന്നും പോകരുത്, നല്ല ഗോൾഡൻ കളറായി വരും വേണം, എന്നാലായിട്ട് ഉണ്ടാവും ചെയ്യരുത്. അങ്ങനെ വെള്ളയിൽ അങ്ങോട്ട് വിട്ട് നിൽക്കുന്ന ഒരു കോലത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് ഒന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് അത് ചൂടാറാൻ വെക്കുക ഒരു പ്ലേറ്റിൽ. എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് നല്ലോണം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ അരിഞ്ഞ് വെക്കാനുണ്ട്. ക്യാരറ്റ് അരിഞ്ഞ് വെക്കണം, വലിയ സവാള അരിഞ്ഞ് വെക്കണം, പിന്നെ ഗ്രീൻ പീസ്, അത് പിന്നെ അരിയണ്ടായ ഗ്രീൻ പീസ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ എടുത്ത് അന്നേരം നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, പിന്നെ വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇടരുത്, ബാക്കി എല്ലാ സംഗതികളും ഇട്ടിട്ട് പിന്നെ എള്ളൊക്കെ പിന്നെ ഇടില്ല. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെള്ള എള്ള്, കറുത്ത എള്ള്, പിന്നെ ഉഴുന്ന് പരിപ്പ് കൂടുതൽ വേണ്ട, കുറച്ച് മതി. എല്ലാം കൂടെ ഇട്ട് നല്ലോണം വെട്ടിത്തിളപ്പിക്കുക. ഉപ്പ് ഇട്ട് നല്ലോണം തിളച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ എടുത്തിട്ട് അതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ഭാഗം ഇളക്കി കൊടുക്കുക. ആ ഇളക്കണതിൻ്റെ മുമ്പായാലും ഇനി വെള്ളത്തിലായാലും നല്ല നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. RKG ഡാൽഡ നോക്കരുത്, RKG മിൻമൻ്റെ നെയ്യോ അങ്ങനെ എന്തുണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ലൊരു ഒരു എന്താ പറയുക ഒരു ചൊയൊക്കെ കിട്ടും അതിന്. അതും കൂടി ഒഴിച്ച് കൊടുത്തു. 2 സ്പൂണോ 1 സ്പൂണോ നമ്മൾക്ക് എത്ര വെച്ചാൽ തോന്നുന്നത് വേണ്ടിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളെല്ലാം ഇളക്കി കൂട്ടി റെഡിയാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില നല്ലോണം കഴുകിയെടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ടൊന്ന് അമർത്തി അവിടെ വെച്ചേക്കുക. എന്നിട്ട് മൂടിയും വെക്കുക. കറിവേപ്പിൻ്റെ ആദ്യം ഇടണ്ട, അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇട്ടാൽ മതി, എന്നാലും അതിൻ്റെ ഒരു ചൊയും പുളിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് മക്കളെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളി, അതേമാതിരിയൊക്കെ ഉണ്ടാക്കിക്കോളി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മക്കൾ പിന്നെ എൻ്റെ മക്കൾ ഇനി മദ്രസ വിട്ട് വരാനായിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ. എൻ്റെ മോള് കിടന്നുറങ്ങുക, കുറേ നേരമായി വിളിക്കുന്നത്, എണീറ്റിട്ടില്ല. ഒക്കെ ഗുളികൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ട് മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. കാരണം നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് ഭയങ്കര എന്താ പറയുക ഒരു അവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ്. ഒരു എന്താ പറയുക ആദ്യം പറഞ്ഞതൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ വരിക ക്ഷീണം കൊണ്ടായിരിക്കും. അങ്ങനെ ഓക്കുള്ള മരുന്നും ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഓക്കുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഉഷാറ് അങ്ങോട്ട് വരുന്നില്ല. അങ്ങോട്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഉഷാറാണ്, പക്ഷെ ഓൾക്ക് പോകാൻ ഇഷ്ടമാണെങ്കിൽ അവൾ ഭർത്താവിൻ്റെ അടുത്തേക്കാണ്. അപ്പം അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഓളും മക്കളും ഭർത്താവും സന്തോഷത്തോടെ കഴിയണം. അതാണ് നമ്മളെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം. കാരണം ഇപ്പോൾ പറയണത് എന്താ അറിയോ, ഓൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾക്ക് ഇവിടെ നിൽക്കുന്ന ആരോഗ്യം ഓൾക്ക് ഇനി കിട്ടൂല. കാരണം ഓളൊരു മുറിയിൽ തളച്ച മാതിരി ആയിപ്പോവും, ഓൾക്ക് വയ്യാതായിപ്പോവും. ഇവിടെ നിന്നുള്ള ഒരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടൂല. കുട്ടികളെ വല്യാപ്പ പറയും എന്നോട്, ഓൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കുള്ള മുഖത്തിനുള്ള പ്രസരിപ്പും സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെടും. കാരണം കുട്ടികളെ ലോകത്തേക്ക് എത്തും. കാരണം കുട്ടികൾക്ക് പഠിപ്പ് കാര്യങ്ങൾ, ഓല വിദ്യാഭ്യാസം, ഓല എന്തെങ്കിലുമൊക്കെ ഓല ശ്രദ്ധ ഉണ്ടാവും. വെള്ളം വേറുണ്ട് എടുത്ത് വെച്ചിരുന്നു. കുട്ടികളെ വല്യപ്പ പറയാണ് എന്നോട് കുറച്ച് ഈ അരി വറുക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ പണികളൊന്നും എനിക്ക് ആവില്ല. അരി വറുത്ത് വെക്കുന്നത്. ഞാൻ പറഞ്ഞ അരി എന്തിനാ? അപ്പോൾ ഇപ്പോൾ അരി വറുത്തിട്ട് കുറച്ച് ബദാമും കുറച്ച് പിസ്തയും കുറച്ച് കശുവണ്ടിയും പിന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് വെച്ചാൽ കുട്ടികൾക്ക് അങ്ങനെ തിന്നാൻ നനച്ച് കൊടുക്കാനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ചായയിലിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കുകയൊന്നും അത് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ പണികളൊന്നും എനിക്ക് തീരെ അറിയില്ല. കാരണം എന്താ അറിയോ, എനിക്ക് സമയം കിട്ടൂല മക്കളെ. അങ്ങനത്തെ ഒക്കെ ഒരു വിഷമത്തിലാണ്. അതാണ് കഥകൾ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കൾ. അപ്പോൾ വല്യാപ്പ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒക്കെ ഒന്ന് പൊടിച്ച് റെഡിയാക്കി മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, അങ്ങനെ നോക്കുക. അപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ മോളെ
അങ്ങോട്ട് പറഞ്ഞയക്കണ കാര്യം എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ അങ്ങനെ പോവാണ് പൊയ്ക്കോട്ടെ നിന്നോട്ടെ ഓളെ സന്തോഷമല്ലേ. കാരണം നേരം വെളുത്ത് കഴിഞ്ഞാൽ വല്യാപ്പ പണിക്ക് പോയി. ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത് ഞാൻ ഓളെ ടെൻഷനും ഓളെ ഇരിക്കുന്നതൊക്കെ കാണും. വല്യാപ്പ നല്ലോണം കാണും, കഴിഞ്ഞിട്ടൊക്കെയാണ് പോവുക. പക്ഷെ എന്നാലും ആ ഇരുത്തും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ പറയുന്നത് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ. അപ്പം എന്നെ പറയും എന്ത് കണ്ടിട്ടാണ് പോവാന്ന് പറയുന്നത്. ആ പെൺകുട്ടി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു സന്തോഷം സമാധാനമൊന്നും കിട്ടൂല. കാരണം ഓൻ്റെ ഉമ്മൻ്റെ ആ ഒരു പീഡനം കാരണം വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് കേട്ട് ഇവളൊരു മുരടിച്ച മാരിയാവും. പിന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികൾ വലിപ്പം വെച്ച് വരികയാണ്. ഒരു പിന്നെ നല്ല സ്നേഹം എവിടുന്നാണ് കിട്ടുന്നത്, എന്താണ് ഓരോ ആവശ്യങ്ങൾ, അത് നിറവേറ്റി കൊടുക്കുന്നത് ആരാണ്, അത് എത്ര ശത്രു ആയാലും ഓരോട് ഇഷ്ടം തോന്നും. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാകുമ്പോൾ പൊതുവേ ഓരോടായിരിക്കും കൂടുതൽ സംസാരവും കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കലും പറയലൊക്കെ. അപ്പോൾ മോളോടുള്ള വർത്താനം കുറഞ്ഞ് പോയി. ഇവിടെ ആകുമ്പോൾ അതല്ല, മോളെ ഉമ്മിനെ വിളിക്കും, മോനെ ഉമ്മിനെ വിളിക്കും, ഉമ്മിക്ക് അത് കൊടുക്കുക, ഉമ്മിക്ക് ഇത് കൊടുക്കുക, ഉമ്മിനെ സ്നേഹിക്കണം കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അവിടെ അതല്ല, ഉമ്മിനെ വെറുക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. എൻ്റെ മോളെ വെറുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും ഈ മക്കളോട് നന്മ പറഞ്ഞു കൊടുക്കൂല. എൻ്റെ മോളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ? ഒരിക്കലും പറയില്ല. അപ്പോൾ എന്താ ചെയ്യാന്നറിയോ, ഉമ്മീൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട കേട്ടോ, ഉമ്മി അവിടെ കിടന്നോട്ടെ. അങ്ങനെ ആയി എൻ്റെ മോള് മൂലക്കലായി പോവും എന്നാണ് വല്യാപ്പ പറയുന്നത്. വല്യാപ്പ ഒരിക്കലും ഓക്കൊരു സന്തോഷം അവിടെ നിന്ന് കിട്ടില്ല. കിട്ടും, ഓൻ്റെ അടുത്തുനിന്ന് കിട്ടും. പക്ഷെ എന്താ അറിയോ, അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ഈ മക്കൾ വലുതാണതിനനുസരിച്ചിട്ട് ഓരോ മക്കളും അകന്ന് പോകും. കാരണം മക്കളെ കൂട്ടിയടിപ്പിക്കാൻ ആ തള്ള ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ പെങ്ങന്മാർ അതിനേക്കാൾ അപ്പുറമായിരിക്കും. അങ്ങനെ കുട്ടികൾ ഓളടുത്തുനിന്ന് വേറിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓക്ക് ആരുമില്ലാതമായി. പിന്നെ നമ്മളെ മോള് ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ തളച്ചിട്ട മാതിരി ഇങ്ങനെ ജീവിതം ആണ്ടിട്ട് ഓൻ കൊണ്ടയിലും കൊണ്ടുപോയില്ല, ചീത്ത പറയും ചെയ്യും. ഇവിടുന്ന് അതല്ല, ഓളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പറയും. ദിയമോള് എന്തായാലും ദിയമോളായാലും ഹനാന എന്താ ചോദിച്ചതിന് വിളിച്ചാലും മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉമ്മി ചോദിച്ചതിന് മറുപടി കൊടുക്കാത്ത, ഞാനായാലും വല്യാപ്പായാലും പറയും ഉമ്മി ചോദിച്ചതിന് മറുപടി പറയണം കേട്ടോ, ഉമ്മിനോട് നല്ലോണം നിൽക്കണം, ഉമ്മി സ്നേഹിക്കണം, ഉമ്മയാണ് നിങ്ങളെ പ്രസവിച്ച ഉമ്മാണ് അത്, അപ്പോൾ പൊന്നുപോലെ ഉമ്മനെ നോക്കണം, ഉമ്മ അങ്ങനെ നിങ്ങൾ സുഖമില്ലാത്തൊരു ഉമ്മയാണ് നിങ്ങൾ കൂട്ടി പിടിക്കണം കേട്ടോ, ഉമ്മിനെ നമ്മൾ മരിച്ചു പോയാലും അങ്ങനെ നമ്മൾ അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ ഉമ്മീൻ്റെ അടുത്തേക്ക് പോവരുത്, ഉമ്മീനെ തൊടരുത്, ഉമ്മീൻ്റെ കൂടെ നിൽക്കരുത്, ഉമ്മിക്ക് കുടിക്കരുത്, ഉമ്മി തൊടരുത്, അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇത് കേട്ടിട്ടായിരിക്കും പിന്നീട് മക്കൾ വളരുക. ചെറിയ മക്കളാണ് ഇപ്പോൾ, കുറച്ച് കഴിഞ്ഞ് അങ്ങനെയല്ല വളരുക. അങ്ങനെ വളരുമ്പം ഈ മക്കൾക്ക് മാനസികമായിട്ട് അവളുടെ അടുത്ത് അടുപ്പം കുറഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ മോളെ പറഞ്ഞയക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് വല്യാപ്പ പറയും. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും, അത് ഓളെ മാനസികാവസ്ഥ, ഓക്കിപ്പോൾ അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഓളും മക്കളും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ അവിടെ കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ ഉമ്മ ആ വീട്ടിലുണ്ടായിരിക്കെ ഒരു സ്വസ്ഥത ആ പെൺകുട്ടിക്ക് കിട്ടൂല, ഓൾ അകന്ന് പോകും. ഉമ്മ ഉണ്ടാകണ ഉമ്മ പറയുന്ന വാക്കുകളെ ഓൻ കേൾക്കുള്ളൂ. ഓനിക്ക് ഓൻ്റെ ഉമ്മനെക്കാളും വലുത് ദുനിയാവിലൊന്നുമില്ല. ഓൻ്റെ ഭാര്യ മക്കളൊക്കെ ബാക്കിലാണ്, ഓൻ്റെ ഉമ്മാണ് ഓൻ്റെ മുന്നിലായിക്കോട്ടെ, നമുക്ക് പരാതിയുമില്ല. പക്ഷേ ഓൻ്റെ പെങ്ങന്മാരും ഉമ്മയും പറയണത് കേട്ടിട്ട് ഈ പെൺകുട്ടീനെ അകറ്റി കഴിഞ്ഞാൽ ഈ കുട്ടി എന്നേക്കും നമ്മൾ ഒഴിവാക്കിയ മാതിരി ആവേണ്ടി വരും. കാരണം എന്താ, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓള് മക്കൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ചിന്തിക്കേണ്ട എൻ്റെ മോളെ സ്നേഹത്തോടും സന്തോഷത്തോടും എൻ്റെ മോളെ അവിടെ ജീവിക്കുന്നുള്ള ജീവിക്കും കുറച്ചൊക്കെ. മക്കളൊക്കെ വലിപ്പം വെച്ച് ഓർക്ക് വലുതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ, കാരണം ദിയമോൾക്ക് തന്നെ ഒരു ജോലി കിട്ടിപ്പോയി കഴിഞ്ഞാൽ മോളെ എന്ന് വിളിച്ച് കുത്തിരിക്കും, നിങ്ങളവിടെ നിൽക്കും ഞാൻ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പോകും. ആൺകുട്ടികളും അതേമാതിരി തന്നെ വലുതായിട്ടുള്ള ജോലിയും കാര്യങ്ങളായിട്ട് ഓല് പോകും. ഈ സുഖമില്ലാത്ത ഉമ്മീനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം എൻ്റെ മോൾ ഒറ്റപ്പെട്ടു പോകും. അത് മനസ്സിലാക്കണം, ഈ ഓളോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പം പോയിക്കോട്ടെ ഓളെ ഭർത്താവും മക്കളും, അല്ലെങ്കിൽ ഇവിടെ ഒരു വീടെടുത്തോട്ടെ, ഭർത്താവ് ഇടയ്ക്ക് വരികയെ പോവുകയെ നിൽക്കുകയെ, ഓളെ സ്വത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾ ഇവിടെ ഒരു വീടെടുക്കട്ടെ. ഓക്ക് നമ്മൾ കൊടുത്തതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിറ്റിട്ട് ഇവിടെ ഒരു വീടെടുത്ത് കൊടുത്തിട്ട് ആഴ്ചക്കോ മാസത്തിലോ എങ്ങനെയാണെന്ന് വന്ന് പൊയ്ക്കോട്ടെ. എനിക്ക് ഓൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കോഴിക്കോട് വരുമ്പോൾ നിന്നോട്ടെ, മക്കൾ ഇവിടെ തന്നെ പഠിച്ചോട്ടെ, വേറെ തന്നെ താമസിച്ചോട്ടെ, എന്നാലും ഞമ്മക്കും കാണാം, ഓന് വന്നിട്ട് ഓനിക്കും കാണാം. അല്ലാഞ്ഞാൽ ആ കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മോള് നമുക്ക് നഷ്ടപ്പെടും. ആലോചിച്ചും കണ്ടിട്ട് ഈ സംസാരിച്ച് തീരുമാനം എടുത്തോ. എൻ്റെ മോള് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഈ മോളെ അങ്ങോട്ട് തള്ളി വിട്ട് കൊടുത്താൽ എനിക്ക് എൻ്റെ മോള് നഷ്ടപ്പെട്ടു നീ വിചാരിച്ചോന്ന് പറഞ്ഞ് മൂപ്പര് കണ്ണും തുടച്ചിട്ട് അവരെടുത്ത് കണ്ണും തുടച്ച് മൂപ്പര് അങ്ങോട്ട് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസമായിപ്പോയി മക്കളെ. മൂപ്പര് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്താ ഇപ്പം ഞാൻ പറയേണ്ടതെന്ന് എന്നോ പറയണേ, നല്ലോണം ചിന്തിച്ചോ, വണ്ടി ഗേറ്റ് അടയ്ക്കുമ്പോൾ ആലോചിച്ചോണ്ടി നല്ലോണം ഇട്ടോ എന്ന് പറഞ്ഞ്, നല്ലോണം ആലോചിച്ചോണ്ടി എന്ന് പറഞ്ഞു പോയി. പിന്നെ കൂടുതൽ മൂപ്പര് പറയില്ല. ആ പോക്ക് പോയ പിന്നെ വിളിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മൂപ്പരൊന്ന് ഫോൺ ചെയ്ത് നോക്കി, എന്താ വർത്താനോ എന്താക്കാൻ. ആ നല്ല വർത്താനം, നല്ല സുഖമാണ്, ഞാൻ പണിയിലാണ്, ഞാൻ പണിയെടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാനിവിടെ കസാൽമ കയറി കുത്തിരിക്കാൻ വന്നതല്ല, ഈ തമാശ പറയില്ലേ ഫോണ് വെക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഫോണൊക്കെ, ഞാൻ പറഞ്ഞു നാളെ തന്നെ ഓളെ പറഞ്ഞയക്കണമൊന്നും ഇല്ലല്ലോ. പറഞ്ഞയക്കണമെന്നല്ല പറഞ്ഞത്, തീരുമാനം എടുത്തോ എന്നാണ് പറഞ്ഞത്. ഇപ്പം നാളെ ഓളെ പറഞ്ഞയക്കുമെന്ന് ഞാൻ പറയണില്ല, തീരുമാനം നല്ല രീതിക്ക് എടുത്തോ എൻ്റെ മോളെ
സങ്കടം വിഷമങ്ങളും നാളെ ഈ ഇവിടെ കിടന്ന് കരഞ്ഞ് കാണാനുള്ളൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം ഈ ഇവിടെ കിടന്ന് കരയാന്നല്ലാതെ ഞാൻ അവിടേക്ക് പോയിട്ട് മോളെ മക്കൾ ഇനി ഞാൻ കൂട്ടിക്കൊണ്ടുവരില്ല. ഞാൻ കൊണ്ടുവന്നത് ഞാൻ സംരക്ഷിക്കുക നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഈ നല്ലോണം ആലോചിച്ചുകൊണ്ടെന്ന് പറഞ്ഞു മൂപ്പര് വെച്ച് ഈ ഞാൻ വിളിക്കല്ല ഞാൻ പണിയിലാണെന്നും പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മൂപ്പര് പറയണമെന്ന് തെറ്റില്ല മക്കളെ. മൂപ്പര് പറഞ്ഞത് ശരി തന്നെയാണെന്ന് എനിക്കും അറിയാം. എന്താ പറയുക മക്കളെ, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ. അള്ളാഹു എല്ലാവരും തൊട്ട് കാക്കട്ടെ. അത്രയൊക്കെ പറയാനുള്ളൂ മക്കളെ. ഒരാൾക്കും ഇങ്ങനത്തെ വിഷമവും പ്രയാസങ്ങളും നേരം അങ്ങോട്ട് വെളുത്ത് കഴിഞ്ഞാലും പള്ളനുള്ളൂന്ന് കാണലാണ്. രാത്രി ആയി കഴിഞ്ഞാലും വിഷമമാണ്. ഒരു തിന്നാനും വേണ്ട, അങ്ങനെ ജീവിച്ചു പോണ്. തടിയാണെങ്കിലോ പീപ്പക്കുറ്റി പോലെ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ആകെ 30-32 കിലോനുള്ള ഞാനെല്ലാം കൂടി 10-25 കിലോനായിരിക്കുന്നു മക്കളെ. വെയിറ്റാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്നെ പൊന്തോന്നറിയില്ല. അത്ര 3 കണ്ടം തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ എത്ര ആൾക്കാർ പിടിച്ചാൽ ഇത് പൊതും അത്രയും തടി വെച്ച് വരിക. 74 കിലോ കഴിഞ്ഞ് ഞാൻ ആകെ ചില്ലറ. എനിക്ക് തടി വെക്കാൻ പൂതിയായിട്ട് പഴഞ്ചോറും പഴങ്കഞ്ഞിയും രാവിലത്തെ മണക്കിനെയും പുളിക്കിനെ തൈര് കൂട്ടി തിന്നാൽ മതി എന്ന് പറഞ്ഞാൽ മൂക്കും പിടിച്ചിട്ടൊക്കെ തിന്നിക്കണ മക്കളെ. 3 പിടിയൊക്കെ തിന്നണം തടി വെക്കാനെന്ന് പൂതിയോണ്ട്. ഇനി തിന്നാത്ത ലേഹങ്ങളൊന്നുമില്ല. തടി വെക്കാൻ എല്ലാ വൈദ്യന്മാരെ പിടിയെ പോയി പൂതിയോണ്ട് ഒരു നല്ലൊരു തുണിയും കുപ്പായ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വടിമ ചിറ്റിയ സാരിയൊക്കെ ചിറ്റിയ വടിമ ചിറ്റിയ പോലെ ഉണ്ടാവും മക്കളെ. ഒരു കോലും ഇല്ല ഇനി. അതിന് പൂതിയോണ്ട് ഞാൻ നല്ലൊരു തടി വെക്കാൻ വേണ്ടി പോയി. പണ്ടാറം തടി വെച്ച് കോലത്തിലായിക്കിന്. അപ്പോൾ നോക്കിക്കൾ കയ്യൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യണം. പൊന്നാര മക്കളെ നമ്മളെ മറന്നു വരുത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. എനിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ദുആ ചെയ്യണം. എൻ്റെ മോക്ക് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പം മറക്കരുതേ.